ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളിയിലെ ഒരു നഴ്സറിയിലാണ്. നമ്മുടെ ചാനലിൽ നേരത്തെ എറണാകുളത്തുള്ള ഒരു നഴ്സറിയുടെ വീഡിയോ നമ്മളിട്ടിരുന്നു, ഒരു നഴ്സറി ടൂർ നമ്മളിട്ടിരുന്നു. അതിന് ഇമ്മൻസ് സപ്പോർട്ടാണ് എല്ലാവരും തന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അതുപോലെ തന്നെ വളരെ നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് ചെടിയുടെ കളക്ഷൻസ് ഉള്ളൊരു നഴ്സറി കണ്ടു. കരുനാഗപ്പള്ളിയിലാണത്, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലുള്ള നഴ്സറിയാണ്. അപ്പോൾ ഈ നഴ്സറിയുടെ ഡീറ്റെയിൽസും ഇവിടെയുള്ള ചെടികളും ഒക്കെയാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ കണ്ടില്ലേ, ഓർക്കിഡ്സിൻ്റെ ഒരു വലിയ വിപുലമായ കളക്ഷൻസ് തന്നെ ഈ നഴ്സറിയിലുണ്ട്. പിന്നെ എൻ്റെ ബാക്കിൽ കാണുന്ന പോലെ അഗ്ലോണിയമ ഇരിക്കുന്നുണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ നല്ലൊരു വെറൈറ്റി അഗ്ലോണിയമയാണിത്. ഈ അഗ്ലോണിയമയുടെ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അഗ്ലോണിയമ അതെ ഈ ഒരു ടൈപ്പ് ഉണ്ട്, ഈ ഒരു വെരിഗേഷൻ വരുന്നുണ്ട്. പിന്നെ ഇത് ഡ്രസീന എന്ന് പറഞ്ഞ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്, ഡ്രസീന. അപ്പോൾ ഈ ഡ്രസീനയുടെ ഒരു കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ അമർത്തിയേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നഴ്സറി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ സാധാരണ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിലല്ല, ഒരുവിധമുള്ള നഴ്സറികളിലൊക്കെ സാധാരണ നമ്മൾ പോകുമ്പോൾ കാണുന്നത് എന്താ, ഇതുപോലത്തെ തെങ്ങ്, മാവ്, പ്ലാവ്, അതുപോലത്തെ കുറേ ചെടികളും പിന്നെ കുറേ റോസ്, അതുപോലത്തെ ചെടികളൊക്കെയാണ്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അധികം അങ്ങനെ എല്ലാ നഴ്സറികളിലും ഉണ്ടാവാറില്ല. പക്ഷേ ഈ നഴ്സറിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് പ്ലാന്റ്സും ആവശ്യത്തിനുണ്ട്. അതായത് ഇൻഡോർ ഇപ്പോൾ നമുക്ക് വേണം, ഇൻഡോർ പ്ലാന്റ്സ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുപോലുള്ള സാധനങ്ങൾ, അതായത് തെങ്ങ്, മാവ്, പ്ലാവ്, പേര, പച്ചക്കറിയുടെ വിത്തുകൾ, തയ്യ്, റോസിൻ്റെയൊക്കെ വലിയ കളക്ഷൻസാണ്. അതൊക്കെ നമ്മൾ കാണിക്കാം. സോ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ ടൈപ്പ് പ്ലാന്റ്സും ഒരുമിച്ച് ഒരു നഴ്സറിയിൽ സാധാരണ നമ്മളങ്ങനെ കാണാറില്ല. ഒരു 90% നഴ്സറിയിലും ഈ തെങ്ങും അതുപോലത്തെ ചെടികളൊക്കെ കൂടുതലും ഇൻഡോർ പ്ലാന്റ്സിൻ്റെയൊക്കെ 2-3 വെറൈറ്റി ഒക്കെയാണ് ഉള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാത്തിൻ്റെയും വലിയ കളക്ഷൻസ് തന്നെ ഉണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഇവിടുത്തെ അഡീനിയം കളക്ഷൻസ് ആണ്. അഡീനിയത്തിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സും പല ടൈപ്പ് അഡീനിയങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ചെടികൾ നിങ്ങൾക്കറിയായിരിക്കും, ഫിറ്റോണിയാണ്. ഫിറ്റോണി ഇത്രയും ലഷായിട്ട് തിക്കായിട്ടൊക്കെ വളർന്നു വരാൻ പാടാണ്, അതിവിടെ ഉണ്ട്. പിന്നെ ബേർഡ്സ് നെസ്റ്റ്, പല ടൈപ്പ് ഫേൺസ് ഇവിടെ ഉണ്ട്. ബേർഡ്സ് നെസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുമെന്ന് ഇവിടെ ചെന്നപ്പോഴാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഹാങ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ്, നിലത്ത് നട്ടാൽ നല്ല വലുതായിട്ട് വളരുന്ന ചെടിയാണ് ബേർഡ്സ് നെസ്റ്റ്. പക്ഷേ അത് ഹാങ് ചെയ്തപ്പോൾ വളരെ ക്യൂട്ടായിട്ടിരിപ്പുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് ടൈപ്പ് ഫേൺസ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. കലാത്തിയുടെയും വേറൊരു വിപുലമായ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. പല ടൈപ്പ് കലാത്തികൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൈത പോലിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. പക്ഷേ ഇതിന് മുള്ളൊന്നുമില്ല, എങ്കിലും ഇത് ഇതിനകത്തൊരു കളർ ഷെയ്ഡ്സ് വരുന്നൊരു കൈതയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ചെടി. ചെടികളുടെ കളക്ഷൻസിൽ മാത്രമല്ല, വൃത്തിക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നതിലും ഈ നഴ്സറി ബെസ്റ്റ് തന്നെയാണ് കൊല്ലം ജില്ലയിൽ. അവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. മണാശ്ശേരിൽ അഗ്രോ ഫാം എന്നാണ് ഈ നഴ്സറിയുടെ പേര്. ഫോൺ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ കാണുന്നത് അഗ്ലോണിയമയുടെ കളക്ഷൻസ് ആണ്. പിന്നെ ഇപ്പോൾ കണ്ടത് ഒരു സെക്കുലൻ്റ് ആണ്. ഈ കാണുന്ന ക്രിപ്റ്റാന്തസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഡ്രസീന എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് കണ്ടത്. ഇത് ഓർണമെൻ്റൽ സ്വീറ്റ് പൊട്ടറ്റോ. വീണ്ടും ഇത് അഗ്ലോണിമാസ് ആണ്. ഇത് ഡ്രസീന, വീണ്ടും അഗ്ലോണിമ. പല ടൈപ്പ് വെരിഗേഷൻസ് ഉള്ള അഗ്ലോണിമയാണ് കണ്ടത്.
ഇവിടെ നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു പ്ലാന്റാണിത്. ഇത് വളരെ കഷ്ടപ്പെട്ട് നല്ലപോലെ ശ്രദ്ധ കൊടുത്ത് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ചെടിയാണിത്. ഇതിനകത്ത് നമ്മൾ വീട്ടിലെ ലോണൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് കൊടുത്തിട്ട് ലോണിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. ഈ ചെടി തന്നെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ ഇപ്പോൾ ഒരുപാട് പേര് നടുന്നൊരു ടൈപ്പ് ചെടിയാണിത്. പക്ഷേ ഇതിന് ഇങ്ങനൊരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വളരെ ഭംഗിയുണ്ട്. സെറ്റ് ചെയ്തിരിക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. പലയിടത്തും ഉണ്ടാവും, പക്ഷെ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. അതേസമയം ഇതിൻ്റെ തണ്ടിൻ്റെ കളർ വേറൊരു കളറാണ്. 2 പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ടിപ്പിനൊരു നീളമില്ല, പക്ഷെ ഇതിൻ്റെ ടിപ്പിന് നല്ല നീളമുണ്ട്. 2 പ്ലാന്റ് ആണെന്ന് തോന്നുന്നു, പക്ഷെ രണ്ടും ഏകദേശം സെയിം ടൈപ്പാണ്. ഇപ്പോൾ കാണുന്ന പോലെ സ്നേക്ക് പ്ലാന്റും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഇവിടെ തന്നെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത്. ഇവിടെ ഒരുപാട് ടൈപ്പ് സ്നേക്ക് പ്ലാന്റ്സ് ഉണ്ട്. അതിൻ്റെ പല ടൈപ്പ് വെരിഗേഷൻസ് ഉള്ളതും ഇല്ലാത്തവയും ഒക്കെ ഇവിടെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ബാസ്ക്കറ്റിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടപ്പോൾ നല്ല ഭംഗിയായി തോന്നി. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പോത്തോസിൻ്റെയും ഫിലോഡെൻഡ്രോൺസിൻ്റെയും ഒക്കെ നല്ല വിപുലമായ കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സാധാരണ ഗോൾഡൻ പോത്തോസ് ഇതെല്ലായിടത്തും ഉണ്ട്. പിന്നെ ഫിലോഡെൻഡ്രോൺ ബ്രസീൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഇപ്പം നല്ല ട്രെൻഡിങ് ആണ്. സോ ആ ഒരു വെറൈറ്റി ഇവിടെ ഉണ്ട്. നമ്മുടെ സാറ്റിൻ പോത്തോസ് ഇതിനേക്കാൾ ആരോഗ്യമുള്ള നല്ല പ്ലാന്റ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സൈഡിൽ ഇതാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഡിസ്കിഡിയ എന്ന് പറയുന്ന പ്ലാന്റ് വളരെ സ്ലോ ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ്. പക്ഷേ ഇത്രയും ലഷായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ കിട്ടുമോ എന്ന് ഡൗട്ടാണ്. നല്ല നിറഞ്ഞു നിൽക്കുന്ന ഡിസ്കിഡിയാസ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ക്രിപ്റ്റാന്തസിൻ്റെ തന്നെ മറ്റൊരു വലിയ വെറൈറ്റിയാണ്. പിന്നെ എയർ പ്ലാന്റ്സ് ഇവിടെ ഒരുപാട് അവൈലബിൾ ആണ്. ഇത് ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റ് നമ്മളവിടെ കണ്ട വെറൈറ്റിയാണ്. ബുഷ് പേപ്പറിൻ്റെയും നല്ല വിപുലമായൊരു കളക്ഷൻ ഈ നഴ്സറിയിലുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷ് പേപ്പർ സാപ്ലിങ്സ് ഉണ്ട് ഇവിടെ. ഫ്ലെയിം വയലറ്റുകൾ, എല്ലാ വെറൈറ്റിയിലുള്ള ഫ്ലെയിം വയലറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ലീവ്സ് ഉള്ള പ്ലാന്റ്സ് ആണ് ഫ്ലെയിം വയലറ്റിൻ്റെ ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ എല്ലാ നഴ്സറികളിലും കാണുന്ന പോലെ തന്നെ ജമന്തി, എല്ലാ കളറിലുള്ള ജമന്തി അവൈലബിൾ ആണ്. ഈ പ്ലാന്റ്സ് എല്ലാം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബാക്കി നഴ്സറികളിലൊക്കെയുള്ള മാവ്, പേര, പാഷൻ ഫ്രൂട്ട്, ഹോൾസെയിലായും റീറ്റെയിലായും ഈ നഴ്സറിയിൽ നിന്ന് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. നമ്മുടെ വീടും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഹോട്ടലിൻ്റെയോ റിസോർട്ടുകളുടെയോ ഒക്കെ ലോണുകളൊക്കെ സെറ്റ് ചെയ്യാനാണെങ്കിൽ വളരെ ലഷായിട്ട് വലുതായിട്ട് വളർന്നു നിൽക്കുന്ന വലിയ പ്ലാന്റ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ നമുക്ക് വീടിനകത്തേക്ക് വേണ്ടുന്ന ഇൻഡോർ പ്ലാന്റ്സിൻ്റെയൊക്കെ പോട്ടുകളും വീടിന് പുറത്തേക്ക് വേണ്ടുന്ന പോട്ടുകളും ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പ്ലെൻറ്റി ഓഫ് റോസസ് ആണ് ഇവിടെ ഉള്ളത്. ഇഷ്ടം പോലെ റോസാ ചെടികളാണ് ഇവിടെ ഉള്ളത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.